എന്ന് പറയുന്നത് നമ്മുടെ വേർപ്പ് ഗ്രന്ഥികളിൽ നിന്ന് വേർപ്പ് പുറത്തേക്ക് ഒഴുകേണ്ട സ്ഥാനത്ത് ചെറിയ പൊടികളോ ചെളികളോ ഒക്കെ ഇരുന്ന് അവിടെ ചൂട് മൂലം വീർപ്പ് വന്ന് ബൾജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ഏത് പൗഡർ ഉപയോഗിക്കുകയാണെങ്കിലും ഒരുപക്ഷെ അത് കൂടുതൽ ബ്ലോക്ക് കൊണ്ടുവരാനും വേർപ്പും മറ്റുമൊക്കെ അടിഞ്ഞിട്ട് ഇൻഫെക്ഷനുകളോ അണുബാധയോ ഒക്കെ ഉണ്ടാവാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടുകുരുവിന് പൗഡർ ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ചികിത്സ എന്ന രൂപത്തിൽ സ്ഥിരമായി ചെയ്യേണ്ട ഒരു സംഗതിയല്ല. എന്നാൽ പല ഹെർബൽ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള പൗഡറുകളിലും ചൂടുകുരുവിൻ്റെ ആധിക്യത്തിനെ കുറക്കുവാനും ശരീരത്തിന് കൂളിംഗ് കൊടുക്കുവാനും ഒക്കെ കഴിവുണ്ട്. ചൂടുകുരുവിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അതിൽ ഒന്നാമത്തത് കുട്ടികളെ 2-3 പ്രാവശ്യം കുളിപ്പിക്കുക. ഈ സമയത്ത് തേങ്ങാപ്പാൽ, തേങ്ങാവെള്ളം, അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ചൂടുകുരു ഉള്ള ഭാഗത്ത് പുരട്ടിയ ശേഷം കഴുകി കളയുക. പിന്നീട് ശ്രദ്ധിക്കാനുള്ളത് കുഞ്ഞുങ്ങളെ അയഞ്ഞ കോട്ടൺ ഡ്രസ്സുകൾ മാത്രം ധരിപ്പിക്കുക. കൂടുതൽ മിനുക്ക് പണികളുള്ളതോ പോളിസ്റ്റർ ഡ്രസ്സുകളോ ഒക്കെ ഒഴിവാക്കുക. ഭക്ഷണത്തിൽ ധാരാളം ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന ലിക്വിഡ് ഐറ്റംസ് ഉള്ള പദാർത്ഥങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കുകയും മത്സ്യം, മാംസ്യം തുടങ്ങിയവ മാക്സിമം പരിമിതപ്പെടുത്തുകയും ചെയ്യുക.